ഇന്ന് സംഘടനകളുടെ അവസ്ഥ എന്താണ്? ഇന്ന് അറബി കോളേജിന്റെ അനാഥ മന്ദിരങ്ങളുടെ അവസ്ഥ എന്താണ്? ഇഖ്ലാസുള്ള പടച്ചോനെ പേടിയുള്ളവരെല്ലാം നടത്തുന്നതെങ്കിൽ വല്ലാത്ത അപകടം തന്നെ. നിന്റെ നരകത്തിന് പിന്നെ വേറെങ്ങും പോണ്ട. പള്ളിയുടെ ഓഫീസ് റൂമിലിരുന്നു കൊണ്ട് ജമാഅത്തിന്റെ വകയുള്ള പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് രജിസ്റ്റർ ബുക്ക് വരകിട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ 9 വയസ്സുള്ള മോള് ഓടി വരുന്ന ഉപ്പാ, പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടില്ല ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ പ്രോഗ്രസ് കാർഡും കൊണ്ടുവരുമ്പോ പള്ളിയുടെ ഓഫീസ് റൂമിലിരുന്ന് പൊതുമുതൽ ഉപയോഗിച്ച് വാങ്ങിയ പള്ളിയുടെ പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് 9 വയസ്സുകാരിയാറ് പൊന്നുമോളുടെ പ്രോഗ്രസ് കാർഡിലേക്ക് നീ ഒരു വര ഇങ്ങനെ ഒപ്പായിട്ടിട്ട് കൊടുത്താ നിനക്ക് നരകം നിർബന്ധമാണ്. ഇത് കളിയല്ല മോനെ, ഇത് തമാശയല്ല. പള്ളിയുടെ പൈസ എടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന കാപാലികന്മാരുടെ കൈകളിലല്ലേ ഇന്ന് കേരളത്തിന്റെ ഒട്ടുമിക്ക പള്ളികളും സ്ഥിതി ചെയ്യുന്നത്. ഇമാമിങ്ങൾക്ക് വല്ലതും മിണ്ടാൻ പറ്റോ? മിണ്ടിയാലും തല പോയില്ലേ. കേരളത്തിൽ ഒരൊറ്റ പള്ളിയിലും പിന്നെ ജോലി ചെയ്യാൻ പറ്റൂല. പിന്നെ പെൺവാണിഭത്തിന്റെ നോട്ടീസ് അടിച്ചിറക്കി ഏത് പള്ളിയിൽ പാവപ്പെട്ട ഉസ്താദ് പോയിരുന്നാലും പാരയും ചിത്രയുമായിട്ട് ആളെ വിട്ടുകൊണ്ട് ലോകത്തൊരുപാട് പ്രശ്നമുണ്ടാക്കുന്ന പണപ്പൊതിയന്മാരേ, ഒരു ഉസ്താദിന് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഉസ്താദിന് നല്ലതുപോലെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പലിശക്കെതിരെ പ്രസംഗിക്കാൻ പറ്റോ? അങ്ങനെ പ്രസംഗിച്ചാൽ പലിശ ഹറാമാണ്, അവര് നരകത്തിന്റെ തീയാണെന്ന് പ്രസംഗിച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോ തന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞ ഒരാൾ എഴുന്നേറ്റ് പറയും, പൊതിയോ ഉണ്ടായിരിക്കും, ആരും പോവരുത്. എന്താ? തിരിച്ചുവിടാൻ ഖത്തം പോകയാ മതി. സാധേ നല്ല സ്വരം രാഗം ഒക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ ശരിയാവില്ല പറഞ്ഞു. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചാലോ പല പ്രാവശ്യവും തലയിൽ മുണ്ടിട്ട് ഓടിപ്പോയി ചെറുപ്പക്കാർ പിടിച്ച് കൂമ്പുളക്ക് ഇടി കൊടുത്ത ആളായിരിക്കും അവിടുത്തെ കമ്മിറ്റിയുടെ മെയിൻ ആള്. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിക്കുമ്പോ അവര് വിചാരിക്കും ഇത് ഇവര് പണി കൊടുത്ത് പറയിപ്പിക്കുന്നതാ, പൊതുയോഗം ഉണ്ടായിരിക്കും, ആരും പോവരുത്. അപ്പോഴും പണി വിചാരിക്കണ്ടേ. എത്ര സ്ഥലത്ത് ഇതൊന്നും പറയാതിരിക്കാൻ, ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് അവര് വരുമ്പോ ഇടലേറ്റ് നിൽക്കുന്ന 3000 രൂപ ശമ്പളം വാങ്ങുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, അള്ളാന്റെ കോടതിയുണ്ട് പോലെ, വാക്കവിക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വിവരമില്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 7 ഇരട്ടിയാണ് വിവരമുള്ളവർ തെറ്റ് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്നത്. പ്രവാചകന്മാരില്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 7 ഇരട്ടിയാണ് തെറ്റ് ചെയ്യുന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുക്കുന്നത്. തലവസാദിന്റെ മഖാമിന് മുന്നിലൊന്ന് യാസീനോദി ഞാനും എന്റെ സുഹൃത്തുക്കളും ദുആ ചെയ്തത്, അല്ലാഹുവേ ഒരിക്കലും ഇല്ലാത്ത ഒരു വാക്കുപോലും എന്റെ നാവിൽ നിന്ന് കൊണ്ടുവരുമെന്നാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവര്, നിങ്ങൾ ആരെയും അടച്ചേഷിപ്പിക്കാനല്ല, നിങ്ങളെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, അഹങ്കാരത്തിന്റെ ശബ്ദമാണെന്ന് നിങ്ങൾ ആരും കരുതല്ലേ. അള്ളാന്റെ കോടതി മറക്കല്ലേ. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോ പലിശക്കാരന്റെ തലോടൽ കാണൂല്ല, വ്യഭിചാരിയുടെ സന്തോഷം കാണൂല്ല, അതേ രാഷ്ട്രീയ മേലാളന്മാരുടെ താങ്ങലും തടവലും കാണൂല. ഒറ്റയ്ക്കാണ് മോനെ, ഒറ്റയ്ക്കാണ് മോനെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അനാഥ മക്കളെ തൊട്ടുള്ള കളി വേണ്ട. യതീമക്കളുണ്ടോ അവരെ ശ്രദ്ധിക്കണേ. ഒരനാഥ പെൺകുട്ടിയുടെ കല്യാണം എന്നറിഞ്ഞാൽ, വാപ്പയില്ലാതെ വളർന്ന പൊന്നുമോൾ എനിക്കാണെന്നറിഞ്ഞാ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യണേ, നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കൊടുക്കണേ. അതിനല്ലാന്റെ മുന്നിൽ വല്ലാത്ത കൂലിയാണ്, അതൊരിക്കലും പാഴായി പോവില്ല. കഴിവിന്റെ പരമാവധി അനാഥ മക്കളെ സ്നേഹിക്കാൻ പറ്റോ, സന്തോഷിപ്പിക്കാൻ പറ്റോ, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റോ, അവിടെ വിവാഹത്തിന് സഹായിക്കാൻ പറ്റോ, അത് വല്ലാത്ത സന്തോഷമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ വാപ്പയില്ലാത്ത മക്കള് ഇപ്പൊ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കരയുന്നുണ്ടാവും. ശരിയാണ് സാറേ, വാപ്പ മരിക്കുമ്പോഴാണ് വാപ്പാടെ വിലയെറിയുന്നത്. ഏറ്റവും വലിയ തീവാഹി ദുനിയാവിൽ ജീവിച്ച ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിയുടെ വഫാത്തിന് തൊട്ട് മുമ്പ് തിരുനബിയുടെ വസിയത്തും വഫാത്തും എന്ന് പറയുന്ന മദീനത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് ഞാൻ പ്രഭാഷണം നടത്തിയ ആദ്യത്തെ പ്രഭാഷണത്തിന്റെ കാസറ്റ് ഇവിടെ എന്റെ സഹോദരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് റസൂലുള്ള ചെയ്യുന്ന ഒരുപാട് വസിയത്തുകളുണ്ട്. ആ വസിയത്ത് ഒന്നെന്താ? അനവക്കാഫിറുൽ യതീമി ഹാകദാ ഫിൽ ജന്ന. അനാഥ മക്കളെ സംരക്ഷിക്കുന്നവരും ഞാനും ഈ രണ്ടു വിരലുപോലെ ചേർന്നിരിക്കും സ്വർഗത്തിലെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് അനാഥ മക്കൾ അത്രത്തോളം പൊട്ടിക്കരയുന്നത് കൊണ്ടാണ്, അനാഥ മക്കൾ അത്രത്തോളം കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വേദനിപ്പിക്കല്ലേ. നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കയറുന്ന, നിങ്ങളുടെ വീട്ടിലേക്ക് പിരിവിന് വരുന്ന കലണ്ടർ കൊണ്ടുവരുന്ന, രസീതും കൊണ്ടുവരുന്ന യതീമക്കളെ ആക്ഷേപിക്കല്ലേ. കൊടുക്കാനൊന്നുമില്ലെങ്കിലും പറഞ്ഞു വിട്ടോ, അല്ലാതെ അവരെ കൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു വിടല്ലേ. ഒരനാഥ കുഞ്ഞ് നമ്മൾ കാരണമായി കരഞ്ഞ് ആ കണ്ണുനീര് ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് വീണ രക്ഷയില്ല മുസ്ലിമേ. അനാഥരാകുമ്പോഴാണ് അതിന്റെ സങ്കടം നിങ്ങൾക്കറിയുന്നത്. നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയേ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളില്ലാതെ ജീവിക്കുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിന്റെ മടിത്തട്ടിലിരിക്കുന്ന 4 വയസ്സുകാർ, നിന്റെ മടിത്തട്ടിലിരിക്കുന്ന 3 വയസ്സുകാര്, നിന്റെ സഹാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത 10 വയസ്സുകാര്, നീ പെട്ടെന്നങ്ങ് മരിച്ചുപോയാ പെരുന്നാളിനൊരു ഷർട്ട് വാങ്ങി കൊടുക്കാൻ ആരാ ഉള്ളത്? പെരുന്നാളിനൊരു നേരത്തെ ബിരിയാണി കൊടുക്കാൻ ആരാ ഉള്ളത്? എന്റെ വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിലെന്ന് പറഞ്ഞ് വീട്ടിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരയുന്ന രംഗം അല്ലാഹു നമ്മുടെ മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും ഒരു പിതാവാണ്, 3 മക്കളുടെ ഉപ്പയാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാനില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്ത ഓരോ ദിവസവും ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവര്, എല്ലാ സരസിലും പാല് കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞ് ദുആ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോ വല്ലാഹി ആണയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മനസ്സിൽ മരണത്തിന്റെ ചിന്ത എപ്പോഴും വരാറുണ്ട്. അത് നല്ലതാണ് പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവണം. പാതിരാ സമയത്ത് ഇംഗ്ലീഷ് ഫിലിം കണ്ട് മൃഗങ്ങളെ പോലെ മലർന്നു കിടന്നിറങ്ങിയാ പോരെ മോനെ. കയ്യിൽ കിട്ടുന്ന പണം കൊണ്ട് കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും സമയം ചെലവഴിച്ചാ പോരെ മോനെ. ചൂട് മാറുന്നതിന് മുമ്പ് റിലീസാകുന്ന പണം കാണാൻ പോയി ആ തിയേറ്ററിന്റെ മുമ്പ് പോയി മുദ്രാവാക്യം മുഴക്കുന്നത് ആണത്വമാണെന്ന് കരുതുന്ന മടയന്മാരെ ആലോചിക്കുപോലെ എത്രയോ പേരെ അള്ളാഹു കിടപ്പിക്കളന്നില്ലേ, എത്രയോ പേരെ പച്ചമണ്ണിന്റെ അകത്തേക്ക് അള്ളാഹു മണ്ണിട്ട് മൂടിയില്ലേ. എന്നിട്ട് തഴവയുടെ കുറ്റിപ്പുറത്ത് ഈ വല കേൾക്കാൻ വരാ ഇത്രത്തോളം യുവാക്കൾക്ക് അല്ലാഹു ആഫിയത്ത് തന്നില്ലേ. 1 കോടി പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാൽ മതിയാവൂല മോനെ. അതുകൊണ്ട് എന്നും ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവട്ടെ. തീർന്നില്ല എന്റെ സഹോദരങ്ങള്, നമ്മുടെ മക്കള് നമ്മളില്ലെങ്കിൽ എങ്ങനാ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോ, ഉപ്പാന്ന് വിളിക്കുമ്പോ, ഉമ്മാന്ന് വിളിക്കുമ്പോ, രാത്രി നമ്മൾ ചെല്ലുന്നത് വരെ മിഠായിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. എത്രയോ പേര് വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെടുമ്പോ വാപ്പച്ചു കൊണ്ടുവരുന്ന കളിപ്പാട്ടം വാങ്ങാൻ കാത്തിരുന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ വയ്യത്ത് കൊണ്ടുവന്ന് മുമ്പ് വെക്കുന്നില്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് അർഹതപ്പെടാത്ത സ്വത്ത് നമ്മൾ കഴിക്കല്ലേ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ നിങ്ങൾ ഇതൊക്കെ കേട്ട ചരിത്രമാണെങ്കിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ മനസ്സിൽ അനാഥ മക്കളെ സഹായിക്കാ ഒരു കനിവ് വന്നാൽ, ഒരലിവ് വന്നാൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിച്ചില്ലേ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറം ശരീഫിൽ ഹജ്ജിന് പോയിട്ട് ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നപ്പോ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. അല്ലയോ അബ്ദുല്ലാഹ്,
നിങ്ങൾ ചെയ്ത ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്ത ഹജ്ജെന്നല്ല, നിങ്ങളുടെ കൂടെ ചെയ്ത ആരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ 3 പ്രാവശ്യമാണ് ആ സ്വപ്നം കണ്ടത്. ചാടി എഴുന്നേറ്റു, വീണ്ടും കിടന്നുറങ്ങി. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലും വിഷമിക്കണ്ട അബ്ദുല്ലാ. ഡമസ്കസിലുള്ള മുവഫഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഡമസ്കസിലെ ചെരുപ്പ് കുത്തിയാറ മുവഫഖ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യന് ഹജ്ജ് ചെയ്യാൻ കൊതിയുണ്ടായിരുന്നു. അയാൾ ഹജ്ജിന് വന്നില്ല. എങ്കിലും അല്ലാഹു അയാളെ ഹാജിയായി പരിഗണിച്ചു. എന്നിട്ട് അയാളുടെ ബറക്കത്ത് കൊണ്ട് ഇപ്രാവശ്യം സ്വീകരിക്കാത്ത എല്ലാ ഹജ്ജുകളും അല്ലാഹു സ്വീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാ. തന്റെ വാഹനപ്പുറത്തേക്ക് കയറുകയാ. ഒരു കമ്പിളി കൊണ്ട് ശരീരം മൂടുകയാണ്. തണുപ്പുള്ള രാത്രിയാണ്. തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിരുന്നു കൊണ്ട് ഡമസ്കസ് എന്ന് പറയുന്ന മൈലുകൾക്കപ്പുറമുള്ള രാജ്യം ലക്ഷ്യമാക്കിയിട്ട് പാതിരാ സമയത്ത് യാത്ര ചെയ്തു പോവുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ഡമസ്കസിൽ ചെന്നു. ഐന മുവഫഖ്, ഐന മുവഫഖ്, ഐന മുവഫഖ്, എവിടെ മുവഫഖ്, എവിടെ മുവഫഖ്, എവിടെ എന്ന് ആ ഡമസ്കസിന്റെ പരിസരങ്ങളിൽ മുഴുവനും എന്ന് വിളിച്ചു ചോദിച്ചു. അവസാനം ഒരാൾ പറഞ്ഞു, അബ്ദുല്ലാ, ഈ ഡമസ്കസിൽ ഒരു മുവഫഖിനെ ഞങ്ങൾക്കറിയുള്ളൂ. ആ മുവഫഖിനെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ കാരണോ? അവര് പറയുന്നു, അബ്ദുല്ലാ, ആ മുവഫഖ് ഒരു ചെരുപ്പ് കുത്തിയാണ് അബ്ദുല്ലാ. ഡമസ്കസിന്റെ കമ്പോളത്തിന്റെ മൂലക്കിരുന്നു കൊണ്ട്, ചെറിയ ഒരു ഓലപ്പുരക്കകത്തിരുന്നു കൊണ്ട് സമ്പന്ന വർഗത്തിന്റെ വില കൂടിയ ചെരുപ്പ് പൊട്ടിപ്പോകുമ്പോ ആ ചെരുപ്പ് തന്റെ കൈകൊണ്ട് തച്ചു കൊടുക്കുന്ന, തുന്നിക്കൊടുക്കുന്ന ജോലിയാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മതി, എനിക്കാ മുവഫഖിനെ മതി, എനിക്കാ മുവഫഖിനെ കണ്ടാ മതി. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ മുവഫഖിനെ കാണാൻ വേണ്ടി ചെന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ സലാം മടക്കിയിട്ട് മുവഫഖ് പുറത്തേക്ക് ഇറങ്ങി വന്നു. മുഷിഞ്ഞ വസ്ത്രമാണ് മുവഫഖ് ധരിച്ചിരുന്നത്. ചെരുപ്പ് കുത്തിയാറി മുവഫഖ് ജോലി ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനെ കണ്ടപ്പോ മുവഫഖ് ചോദിച്ചു, എന്തേ നിങ്ങൾ എവിടുന്നാ വരുന്നതെന്താ വന്നത്? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുവഫഖേ, നിനക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നോ? മക്കയും മദീനയും കാണാൻ നിനക്ക് കൊതിയുണ്ടായിരുന്നോ? ആ സമയത്ത് മുവഫഖ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അബ്ദുല്ലാ, ഇന്ന മക്കയുടെയും മദീനയുടെയും കാര്യം വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ, എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ മുവഫഖ് പറയുന്നു, അബ്ദുല്ലാ, ഒരു ദിവസം ഞാൻ ചെരുപ്പ് കുത്തുമ്പോ കിട്ടുന്ന നാണയത്തുട്ടുണ്ടല്ലോ, ആ നാണയത്തുട്ടെന്റെ വീടിന്റെ ചിലവിന് പോലും തികയാറില്ല. പിന്നെ എങ്ങനാണ് എന്റെ ഹബീബിന്റെ റൗള കാണാൻ ഞാൻ പോകുന്നത്? എന്റെ ഈ തഴവാ കുറ്റിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, ലക്ഷക്കണക്കിന് രൂപ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നവര്, വീഗാലാൻഡും ഗോവയും ഊട്ടിയും കൊടൈക്കനാലും എല്ലാം കറങ്ങി വരുമ്പോ ലക്ഷക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ മദീന കാണണ്ടേ, മസ്ജിദുൻ നബവിയിൽ പോകണ്ടേ, പൊന്നാര നബി തങ്ങളുടെ റൗളാ ശരീഫിന്റെ അകത്തേക്ക് നോക്കിയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണ്ടേ മുസ്ലിമേ? ഇതാ ചെരുപ്പ് കുത്തിയാറ പാവപ്പെട്ടവനാട്. മുവഫഖ് പറയുന്നു, അബ്ദുല്ലാ, എനിക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. എന്റെ കയ്യിൽ പണമില്ലല്ലോ, എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചില്ല. ഓരോരുത്തരും വന്ന് മദീനത്ത് പോകുന്ന കാര്യം പറയുമ്പോ എനിക്ക് കരച്ചിലാണ്. അവരോടൊക്കെ ദുആ ചെയ്യാ പറഞ്ഞു വിടലാണ് എന്റെ പതിവ്. പക്ഷേ അബ്ദുല്ലാ, അങ്ങനെ ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന നാണയത്തൊട്ട് ഒരു ചെറിയ ടിന്നിനകത്ത് ഞാൻ ഇട്ട് ശേഖരിച്ചു വെച്ചു. അബ്ദുല്ലാ, ആ ടിന്നിന്റെ പുറത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്
എന്ന് എഴുതി വെച്ചു. അബ്ദുല്ലാ പൈസ ഇട്ട് കൂട്ടിവെച്ചുകൊണ്ട് മോളെ കെട്ടിക്കാൻ പരിശ്രമിക്കുന്നവർ ആലോചിക്കണേ. പൈസ ഇട്ട് കൂട്ടിവെച്ചുകൊണ്ട് വാഹനമെടുക്കുന്നവർ ചിന്തിക്കണേ. അതുപോലെ ഒരു ആഗ്രഹമാണ് പൈസ ഇട്ട് കൂട്ടിവെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ റൗള കാണാ മുവഫഖ് പറയുന്ന ഈ സാധുവാര സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബ്ദുല്ലാ അങ്ങനെ ഒരു ദിവസം 3 നാണയത്തൊട്ട് കിട്ടിയാൽ 2 നാണയത്തൊട്ട് ഞാൻ കൊണ്ടുവന്ന് ഈ പെട്ടിയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പല ദിവസവും ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസയാണ് മക്കത്ത് പോകാനും മദീനത്ത് പോകാനും ഞാൻ മാറ്റിവെച്ചത്. അങ്ങനെ പൈസയല്ല തികഞ്ഞു എന്ന് ബോധ്യമായ ദിവസം ഞാൻ ആ പെട്ടി പൊട്ടിച്ചു. അബ്ദുല്ലാ എന്നിട്ട് അതിന്റെ അകത്തിരിക്കുന്ന നാണയത്തൊട്ടുകൾ ഞാൻ എണ്ണി നോക്കി. അബ്ദുല്ലാ എനിക്ക് സന്തോഷമായി. എന്റെ ഹബീബിനെ കാണാ, എന്റെ മക്കത്ത് പോകാ പണമായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു. അപ്പോഴാണ് എന്നോട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞിരിക്കാ, എനിക്ക് നിങ്ങളോടൊരു ആവശ്യം പറയാനുണ്ട്. ഞാൻ ഗർഭവതിയാണല്ലോ. ഗർഭവതിയായ ഭാര്യയുടെ ആഗ്രഹം നടത്തിക്കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ്. എന്ത് ഭക്ഷണം ചോദിച്ചാലും കൊണ്ടു കൊടുക്കണ്ടേ? തഴവയുടെ പരിസരത്തുള്ള ഭാര്യമാര് ഗർഭവതികളാകുമ്പോ നിങ്ങൾ എന്ത് ചോദിച്ചാലും കൊണ്ടുതരാ. നിന്റെ ഭർത്താക്കന്മാർക്ക് കഴിവുണ്ടെങ്കിൽ മുവഫഖിന്റെ ഭാര്യക്കത് ചോദിക്കാൻ പറ്റോ? ഭർത്താവിന് കഴിവില്ലല്ലോ, പണമില്ലല്ലോ, സ്വത്തില്ലല്ലോ. മുവഫഖിനോട് വന്നു പറയാണ് കരന്നുകൊണ്ട്. മുവഫഖിന്റെ ഭാര്യ പറയുന്നു, എനിക്കൊരൽപ്പം ഇറച്ചിച്ചാറ് കഴിച്ചാ കൊള്ളാമെന്നുണ്ട്. ആലോചിക്കണേ എന്റെ തഴവ കുറ്റിപ്പുറത്തുള്ള പെങ്ങളെ, 2 മാസം നീ ഗർഭവതിയാണെന്ന് ഭർത്താവ് പറയുമ്പോ ആപ്പിള് വേണോ, ഓറഞ്ച് വേണോ, പേരയ്ക്ക വേണോ, നീ ആവശ്യപ്പെടുന്നതല്ല നിന്റെ മുന്നിലേക്ക് ഈ ഭർത്താക്കന്മാര് കൊണ്ടുതരൂലേ? മുവഫഖിന്റെ ഭാര്യ പറയുന്നു, ഇറച്ചിയുടെ ഒരൽപ്പം ചാറ് എനിക്ക് കഴിക്കാൻ കൊതി വരുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ എന്റെ കയ്യില് കാശില്ലല്ലോ, ഇതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ പറ്റൂല. ഇതെന്റെ റസൂലുള്ളാഹ് കാണാനാണ്, ഇതെനിക്ക് മക്കത്ത് പോകാനാണ്, അതുകൊണ്ട് ഇത് ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞപ്പോ മുവഫഖിന്റെ ഭാര്യ പറയുന്നു, നിങ്ങൾ ആ കാശെടുക്കണ്ട, അതെടുത്തുകൊണ്ട് വേണമെന്നൊരാഗ്രഹവും ഞാൻ പറയൂല. മറിച്ച് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കൊതി തോന്നിയത് തന്നെ അപ്പുറത്തെ വീടുണ്ടല്ലോ, ആ വീടിന്റെ അകത്ത് ഇറച്ചിക്കറി തയ്യാറാക്കുന്നല്ലോ, അതിന്റെ രുചി ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ എന്റെ മൂക്കിലേക്ക് എത്തിയപ്പോ അറിയാതെ കൊതിച്ചു പോയതാണ്. അതല്ലാതെ ഞാനൊരു ആഗ്രഹം പറഞ്ഞതല്ല. അവിടെ നിന്ന് ഇറച്ചിച്ചാറിന്റെ ഇറച്ചിയുടെ ഗന്ധം ഇങ്ങനെ വന്നപ്പോൾ എന്റെ മനസ്സിലൊരു കൊതി തോന്നിയതാണ്. അതുകൊണ്ട് ഇതാ ഒരു ചെറിയ പാത്രം ഞാൻ തരാ, നിങ്ങൾ പോയിട്ട് അവിടുത്തെ ഇത്തയോട് എന്റെ ഭാര്യ ഗർഭവതിയാണ്, ആ ഗർഭവതിക്കൊരൽപ്പം ഇറച്ചിച്ചാറ് തരണമെന്ന് പറഞ്ഞാൽ തരുമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ കണ്ണുനീര് തുടച്ച് മുവഫഖ് ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ളാഹിയുടെ പൈസ എടുക്കേണ്ടി വന്നില്ലല്ലോ, മക്കത്ത് പോകാനുള്ള കാശെടുക്കേണ്ടി വന്നില്ലല്ലോ. അങ്ങനെ മുവഫഖ പാത്രവും കൊണ്ട് അയൽ വീട്ടിലേക്ക് ചെല്ലുമ്പോ അയൽ വീട്ടിലെ സഹോദരി പറയുന്നു, മുവഫഖേ ഈ ഇറച്ചി നിങ്ങൾ കഴിക്കണ്ട, പ്രത്യേകിച്ച് ഗർഭവതിയായ നിങ്ങളുടെ ഭാര്യ ഇത് കഴിക്കാൻ പാടില്ല. മുവഫഖ് ചോദിച്ച്, എന്തേ സഹോദരി നിങ്ങൾ അങ്ങനെ പറയുന്നു? ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോഴല്ലേ സഹായിക്കാനുള്ളത്. ആ സമയത്താണ് മുവഫഖിനോട് ആ പെണ്ണ് പറയുന്നത്, മുവഫഖേ എന്റെ ഭർത്താവ് മരിച്ചുപോയത് നിങ്ങൾക്കറിയുമല്ലോ. എന്റെ ഭർത്താവ് മരിക്കുമ്പോ 2 മക്കളെ എനിക്ക് തന്നിട്ടാണ് പോയത്. വാപ്പയില്ലാതെ ആ മക്കള് കരയാത്ത ദിവസമില്ല, വാപ്പയില്ലാതെ ആ മക്കള് സങ്കടപ്പെടാത്ത ദിവസമില്ല. വാപ്പയുണ്ടായിരുന്നെങ്കിൽ അവർക്കെല്ലാം കഴിക്കാമായിരുന്നു. വാപ്പ മരിച്ചത് കൊണ്ട് വാപ്പ തന്നിട്ട് പോരെ സ്വത്ത് മുഴുവനും തീർന്നു പോയി. ഇന്നവര് പട്ടിണിയാണ്. മുവഫഖേ ഞാൻ
എവിടെ വന്ന് കൈനീട്ടാനാണ്? എന്റെ അടുത്ത് താമസിക്കുന്ന മോഫക്കയെ നിങ്ങൾ എന്നെക്കാളും പാവപ്പെട്ടവനല്ലേ? അതുകൊണ്ട് നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ സമ്പത്ത് ചോദിക്കുന്നത്? അതുകൊണ്ടാണ് മോഫക്കയെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാത്തത്. പിന്നെ എവിടെ നിന്നാണ് പെങ്ങളെ നിനക്ക് ഇറച്ചി എന്ന് ചോദിച്ചപ്പോ ആ പെങ്ങള് കരഞ്ഞുകൊണ്ട് പറയുന്നു, മോഫക്കേ, എന്റെ മക്കള് ഒന്നും കഴിക്കാതെ കരഞ്ഞ് 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 മരിക്കുമെന്നുറപ്പായപ്പോ അള്ളാഹുവിനെ സബക്കുരാക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. മോഫക്കേ, എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ